നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ പ്ലേ ഓഫ് നോക്കൗട്ട് സ്റ്റേജ് മത്സരത്തിൽ റയൽ മാഡ്രിഡ് ബെൻഫിക്കയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചത് വിനി ജൂനിയറുടെ അതിമനോഹരമായ ഗോളിലായിരുന്നല്ലോ. ആ ഗോളിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിട്ട് മാറി. വിനി ജൂനിയർക്കെതിരെ അർജൻറ്റീനക്കാരൻ കളിക്കാരൻ ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി വംശീയ അധിക്ഷേപം നടത്തി. അതിനെ തുടർന്ന് കളി നിർത്തിവെക്കേണ്ടി വന്നു. റേസിസം പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇപ്പോൾ കളിക്ക് ശേഷം വിനി ജൂനിയർ അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. അതായത് എന്താണ് അവിടെ നടന്നത്? വിനിക്ക് സെലിബ്രേഷൻ യെല്ലോ കാർഡ് കൊടുത്തു. റേസിസം നടത്തിയ അർജൻറ്റീനക്കാരൻ ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനിക്ക് യെല്ലോ കാർഡുമില്ല, ഒരു തരത്തിലുള്ള നടപടിയുമില്ല. പിന്നെ അയാൾക്ക് കളിയിലൊരു ഫൗൾ ചെയ്തതിന് ഒരു കാർഡ് കൊടുത്തു. ഏതായാലും വിനി ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിലെടുത്ത് പറയുന്നുണ്ട്. റേസിസ്റ്റുകൾ എല്ലാറ്റിനും അപ്പുറം ഭീരുക്കളാണ്. അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഷർട്ട് എടുത്ത് അവരുടെ മുഖത്തിടണം. നോക്കുക എത്രത്തോളം ദുർബലരാണ് അവരെന്ന് നോക്കുക. ഇതാണ് ആദ്യത്തെ വരികൾ. അതായത് അയാൾ വിനിക്കെതിരെ ആ റേസിസ്റ്റ് വാക്ക് ഉപയോഗിച്ചത് ഷർട്ട് എടുത്ത് ഇങ്ങനെ മുഖത്ത് വെച്ച് മുഖം പൊത്തിപ്പിടിച്ചിട്ടാണ്. അതായത് ലിപ്പ് റീഡ് ചെയ്യാൻ പാടില്ല. ലിപ്പ് റീഡ് ചെയ്ത അയാൾക്കെതിരെ വിലക്ക് വരും. അത് പേടിച്ച് അയാൾ ചെയ്ത പണിയാണത്. അതാണ് വിനി പറയുന്നത് എത്രത്തോളം ഭീരുവാണ് അയാൾ. പക്ഷേ അവർക്ക് മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷനുമുണ്ട്. തിയറിറ്റിക്കലി തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം കേസുകളിൽ പണിഷ്മെൻറ്റ് നടത്താൻ അധികാരമുള്ള ആളുകളുടെ ചിലരുടെയെങ്കിലും പ്രൊട്ടക്ഷനുണ്ട്. ഇന്നത്തെ ദിവസം പുതിയതായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എനിക്കൊരു യെല്ലോ കാർഡ് കിട്ടി ഗോൾ സെലിബ്രേറ്റ് ചെയ്തതിന്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്തിനാണ് എന്ന്. എനിക്ക് ആ കാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊക്കെ കാർഡ് കൊടുത്തിട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഞാൻ കണ്ടത് ഒരു പുവർലി എക്സിക്യൂട്ടഡ് പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് ഒരു പർപ്പസും ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ചൊരു ദിവസം അതിനെക്കുറിച്ചൊരു ഹെഡ്ലൈൻ വരുന്നതിന് പകരം ഇത് ഹെഡ്ലൈനായി വരുന്നതിന് എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ ഇത് അത്യാവശ്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. എംബാപ്പെ പറഞ്ഞില്ലേ, കളി വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ കളിക്കും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട് എന്ന്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കളിക്കും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. റേസിസം ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് ഒരുത്തൻ 2026 20 വയസ്സുള്ള ഒരുത്തൻ അർജൻറ്റീനക്കാരൻ വന്നിട്ട് റേസിസം കളിക്കളത്തിൽ നടത്തുന്നത്. വിനി പറഞ്ഞ പോലെ എന്തൊരു ഭീരുവാണവൻ. ഏതായാലും വിനി പിന്നീട് ആ മത്സരത്തിലെ തൻ്റെ ഗോളിൻ്റെ സെലിബ്രേഷനും മറ്റുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. ബഡാബ്യൂ. ബാക്കി നമുക്ക് അവിടെ കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.